മരിച്ചു മനുഷ്യൻ. കൊടുക്കാത്ത ചൂട് എന്തു വായത് കോപ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോണ കവർ എ സമ്മർ ഡേ ഇൻ ജർമ്മനി. ഇപ്പോൾ ജർമ്മനിയിൽ സമ്മറാണ് ആൻഡ് ഇറ്റ്സ് വെരി ഹോട്ട്, വെരി 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 ഹോട്ട്. ഐ മീൻ I don't know if people can even survive, like not even the Germans can survive this summer. I mean, it's not being able to survive it because it's very hot. So what usually people used to say, like what was the usual weather in Germany was in summer it would come up to 30 or something, like once or twice in the entire summer, and now it's up to 38, 37, 36 and 2 or 3 weeks. It's very hard. So I don't know, I mean it's not the same summer in India, because like in India we had fan, we had AC, it was fine like to survive it, but in here we don't even have fans. So last day I went to buy a fan, and surprisingly all the fans in all the stores are out of stock, of course, because this is the first time Germany is experiencing such a weather and no one have a fan or AC at their home, since this is not the usual summer weather. Only shops and only the shopping malls and some shops have air conditioning, so most of the people are literally sleeping in there. മനുഷ്യന് മനസമാധാനമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്നാമത് ചൂട്, അതിൻ്റെ ഇടയ്ക്ക് ഈ മറ്റേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അതിങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിക്കൊണ്ട് നടക്കും. കാണുമ്പോൾ തന്നെ പേടിയാവും കോപ്പ്. ഇപ്പം ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു പുള്ളിക്കാരിയും പിന്നെ ഒരു ആഫ്രിക്കക്കാരനാന്ന് തോന്നുന്നു, പുള്ളിക്കാരനോട് പറഞ്ഞൊരു വൻ തല്ല്. അതുണ്ടോ ഇവിടുത്തെ ഒരു പകുതി മുക്കാലും ജർമ്മൻകാരുടെ ഡെഡിക്കേഷനാണ് കേട്ടോ. പണ്ടാരം ചൂടാണെങ്കിലും പണ്ടാരം തണുപ്പാണെങ്കിലും എല്ലാവരും ഓടാനും ചാടാനും പറഞ്ഞേക്കോളും. കാര്യം എനിക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ AC ഉണ്ടായി. പണ്ടാരം എന്തൊരു ചൂടാടോ. ചൂടെന്നൊക്കെ പറഞ്ഞാൽ പുഴുങ്ങണ പോലത്തെ ഒരു ചൂട്. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പേടിയാവണു. എൻ്റെ പോന്നോ, കൊടുക്കാത്ത ചൂട് പൊള്ളാണ്. കാറ്റും ഒക്കെ ചൂട്. ഞാൻ മറ്റേ ലാബിലിരുന്ന് വേർത്ത് കുളിച്ചു, ഒരു രക്ഷയില്ല. ട്രാമത് സ്വർഗമാണ്. ട്രാമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ you can sit properly, because in malls, almost of the malls, you don't have seats, and in tram you have AC, so you can sit, relax. By even thinking of that, like I have to get down in the next stop, I'm getting anxiety. Can't go through this heat. It's very hot. See this? നമ്മളിപ്പോൾ പെനി എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇവിടെ AC ഉണ്ട്. എന്ത് സുഖം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മൂഞ്ചി, വണ്ടിയില്ല അങ്ങടേക്കുള്ള. എല്ലാവരും കാത്ത് കോപ്പൊടുക്കത്ത ചൂടും. കണ്ടോ,
എൻ്റെ പിന്നെ ഞാൻ വീടെത്തുന്നൊരു ഉറപ്പില്ല. എനിക്ക് ചോറിടുക. അയ്യോ, അത് സ്റ്റോപ്പിൽ ഞാൻ വെന്ത് ഇപ്പം അതെ നടന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെയോ എത്തി. മുകളിലത്തെ റൂമിലേക്ക് പോകാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ട് താഴത്തന്നെ കുറച്ചു നേരം കടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നോ, മരിച്ചു മനുഷ്യൻ. എനിക്കെൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാം. Skin is glowing. It's not the glow, it's a sweat. I'm sweating like a pig. പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ ഇത് ഹീറ്റ് വേവ് ആണെന്ന് തോന്നുന്നു. നല്ല ചൂടായല്ലേ പൊല്ലോ. ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ മുന്തിരി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ഞാൻ മറ്റേ പെനി കറിയില്ലേ അപ്പം. ആൻഡ് ഞാൻ അതാണ് കഴിച്ചത്. സോ ഇനിയിപ്പോൾ 2 റൊട്ടി ചൂടാക്കി കഴിച്ചിട്ട് എനിക്ക് കടയിൽ പോകണം ഇനി. So my house owner just messaged me and said that there's going to be a thunderstorm. And I hope there is thunderstorm at least. And there's a bit of rain. എന്തുവാ ഇത് കോപ്പ്. എൻ്റെ മുന്നുള്ള വ്ലോഗുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും. If you have seen my previous videos, you will know that I used to hate cooking. Like in every video, I was saying I hate cooking, I hate cooking, I hate cooking. But now I just love my cooking. It's not that I love cooking, but I love my cooking. I'm really good at it now. Like, my food are really nice. I'm kind of proud of it. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത പുറത്ത് പോവാണ്. ചൂടാണ്. തണ്ടർ സ്റ്റോം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാറ്റൽ മഴയെങ്കിലും പെയ്യാറുണ്ട്. ഒന്നുമില്ല, ഞാൻ എൻ്റെ മറ്റേ ടോപ്പ് മാറി. ബിക്കോസ് ഇത് നനഞ്ഞ് കുതിർന്നു വേർത്തിട്ട്. ഡ്രസ്സ് മാറി. ഷോ നിക്കറ് മാറിയില്ല. ഞങ്ങൾ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പോണേ. തണ്ടർ സ്റ്റോം ഇല്ലെങ്കിലും ചൂടിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തണ്ടർ സ്റ്റോം ഇല്ലെങ്കിലും ചൂടിച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 2 ചെറി പറിച്ചിട്ട് പോവാം. അയ്യോ, മുകളിൽ നല്ല പഴുത്തുണ്ട്. പക്ഷേ ഫോൺ പിടിച്ചതുകൊണ്ട് നമുക്ക് നോക്കട്ടെ. മരം കയറി. ബട്ട് ഐ വോണ്ട് മരം കയറല്ലോ. അതെ, ഒരെണ്ണം അതിന് വേണ്ടിയാണ് ഞാൻ തൂങ്ങിക്കിടന്നത്. തണ്ടർ സ്റ്റോമല്ല, ഉണ്ടയാണ് വരാൻ വേണോടാ. ചൂടുകണ. എൻ്റെ ഡ്രാമ ഇപ്പം തന്നെ വരാറായിട്ടുണ്ട്. കണ്ടോ, സോ ഫോർഡ്. എൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിക്കണം. ഗൈസ്, ഡ്രാമ തന്നെ കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ റെയിൽവേയിൽ കയറി. ഇവിടെ നല്ല AC ഉണ്ട്. ഞാനിവിടെ തന്നെ കിടന്നുറങ്ങിയാണ്. മര്യാദ കിടന്നുറങ്ങേണ്ട എത്ര ദിവസം എന്നറിയാം ഞാൻ.
ഗൈസ് ഇപ്പം 11:30 എങ്ങാണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെന്ന് ഇരുട്ടിയേക്കണേ നോക്കി. എന്നിട്ടുണ്ട് ഇച്ചിരി വെട്ടം. ആൻഡ് ഇപ്പം മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതേ അമ്പിളിമാമൻ. അത് അമ്പിളിമാമനാണോ സൂര്യനാണോ? അമ്പിളിമാമൻ. ഓക്കെ. കാറൊക്കെ പോണു. സോ രാത്രിയായി ആൻഡ് സമ്മർ ഡേ വാസ് സൂപ്പർ ആസ് യു സോ. ആൻഡ് ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഞാൻ എത്ര ദിവസം ഒരു തണുത്ത കാറ്റ് കൊണ്ട് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുള്ള ചൂടെടുത്തിട്ട് 27 ഡിഗ്രിയൊക്കെ തണുത്ത മറ്റേ ഇളം കാറ്റിൽ തേങ്ങാക്കുരകൾ ആടുന്ന കാറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇന്ന് മഴ പെയ്യായിരിക്കും. 2 മണിക്കൊക്കെയാണ് മഴ പറഞ്ഞേക്കണേ. എന്തായാലും നല്ല മഴ പെയ്യട്ടെ. കാറ്റ് വീശുന്നു. Can you see? I can see. ഓ എൻ്റെ പൊന്നോ, ഞാനാ വഴിയിലൊക്കെ പറ്റി ട്രാം കയറാൻ ട്രാം നിർത്തിയിട്ടോ കയറുന്നു. ഓ ബട്ട് എങ്ങനെയോ ഇന്നത്തെ ദിവസം സർവൈവ് ചെയ്തു. ഇന്ന് എന്നാലും 32 അത്ര കുറവൊന്നുമല്ല. ഇവിടെ ഒരുമാതിരി ലോട്ടത്തരമൊക്കെയാണ്. എന്തായാലും നമ്മളുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. So bye. Subscribe to my channel.